السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് വീണ്ടും സന്തോഷത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഒരു ദിനം എന്ന പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു. വീണ്ടും ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം. കുറച്ച് ദിവസങ്ങൾ നിർത്തിവെച്ചതിന് ശേഷം പുനരാരംഭിക്കാതെ വന്നപ്പോൾ ഒരുപാട് അന്വേഷണങ്ങൾ വന്നു. അൽഹംദുലില്ലാ, ഇതിനെ സ്വീകരിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അനിൽ മിഖ്ദാമി ബിൻ മഅദി കരിബ് റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു മാ മലഅ ആദമിയ്യുൻ വിആഅൻ ശർറൻ മിൻ ബത്നിഹി ബിഹസ്ബി ഇബ്നി ആദമ ഉക്കുലാത്തിൻ യുഖിംന സുൽബഹു ഫഇൻ കാന ലാ മഹാലത ഫസുലുസുൽ ലിതആമിഹി വസുലുസുൽ ലിശറാബിഹി വസുലുസുൽ ലിനഫസിഹി. റവാഹു തിർമിദി. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മിഖ്ദാദ് ബിൻ മഅദി കരിബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. മിഖ്ദാദ് ബിൻ മഅദി കരിബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. മാ മലഅ ആദമിയുൻ വിആഅൻ ശർറം മിൻ ബത്നിഹി. തൻ്റെ വയറിനേക്കാൾ ഉപദ്രവകരമായ ഒരു പാത്രവും മനുഷ്യൻ നിറക്കുന്നില്ല. ബിഹസ്ബി ഇബ്നി ആദമ ഉക്കുലാത്തിൻ യുഖിംന സുൽബഹു. ആദമിൻ്റെ പുത്രന് അഥവാ മനുഷ്യന് അവൻ്റെ മുതുക് നിവർന്നു നിൽക്കുവാൻ വേണ്ട അല്പം ആഹാരം, ഭക്ഷണം, അന്നം മതിയാകുന്നതാണ്. ഫഇൻ കാന ലാ മഹാലത്ത. ഇനി അനിവാര്യമാണ് എങ്കിൽ, അതല്ല കുറച്ചും കൂടി വേണം എന്നാണ് എങ്കിൽ, ഫസുലുസുല്ലി തആമിഹി ഭക്ഷണത്തിന് 1/3, വസുലുസുല്ലി ശറാബിഹി പാനീയത്തിന് 1/3, വസുലുസുല്ലി നഫസിഹി ശ്വസന വായുവിന് 1/3 ആവാം. ഇതാണ് ഹദീസിൻ്റെ സാരം. ഒരു മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഉപദ്രവകരമായ പാത്രം വയറാണ്. തൻ്റെ വയറിനേക്കാൾ ഉപദ്രവകരമായ ഒരു മനുഷ്യൻ നിറയ്ക്കുന്നില്ല. ആദമിൻ്റെ മനുഷ്യന് അത്യാവശ്യം അവൻ്റെ മുതുകൊന്ന് നിവർന്നു നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ആഹാരം മതി. എന്നാൽ ഇനി അതല്ല, പോരാ, കുറേയും കൂടി വേണം എന്നാണ് എങ്കിൽ, അനിവാര്യമാണ് എങ്കിൽ, ഭക്ഷണത്തിന് 1/3, പാനീയത്തിന് 1/3, വായുവിന്, ശ്വസനവായുവിന് 1/3. ഇതാണ് ഹദീസിൻ്റെ സാരം. അമിതാഹാരത്തിൻ്റെ ദൂഷ്യത്തിലേക്കാണ് ഈ പ്രവാചക വചനം വിരൽ ചൂണ്ടുന്നത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിക്കുകയെന്നില്ല, വിലക്കുകയാണ് ചെയ്യുന്നത്. വയറിൻ്റെ 1/3 ആഹാരിക്കാവൂ എന്ന് ഉപദേശിക്കുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആനും അമിതാഹാരം അരുത് എന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, എന്നാൽ അമിതമാവരുത്. അമിത വ്യയം ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. എല്ലാ വൈദ്യശാസ്ത്ര തത്വങ്ങളുടെയും അടിത്തറയാണ് പ്രവാചകൻ്റെ ഈ വചനം എന്ന് കാണാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരന്മാർ അഥവാ സഹാബികളും ഈ വിഷയത്തിൽ വളരെ കണിശത പുലർത്തിയതായിട്ട് കാണാം.
ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വയറ് നിറയെ തിന്നുന്നത് വർജിക്കുക, അത് ജീവിതത്തിന് ഭാരവും മരണത്തിന് ദുർഗന്ധവുമാണ് എന്ന്. ഇമാം നാഫി റഹിമഹുല്ല പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരഗതിയെ കൂടെ കൂട്ടാതെ, ഒരു സാധുവായ മനുഷ്യനെ കൂടെ കൂട്ടാതെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. ഒരു ദിനം ഞാനൊരാളെ അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനായി വിട്ടു. അദ്ദേഹം ധാരാളം കഴിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാഫി, ഇയാളെ ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വിടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, സത്യവിശ്വാസി ഒരു ആമാശയത്തിൽ ഭക്ഷിക്കുന്നു, ഒരു അവിശ്വാസി 7 ആമാശയങ്ങളിൽ ഭക്ഷിക്കുന്നു എന്ന്. ഇത് വിശകലനം ചെയ്തുകൊണ്ട് ഇമാം നബവി റഹിമഹുല്ല പറയുന്നത്, ഈ ഹദീസിൻ്റെ ഉദ്ദേശ്യം ഭൗതിക ഭ്രമത്തെ കുറയ്ക്കുക എന്നതാണ്. വിരക്തിയെയും മിതത്വത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണം പരിമിതമാക്കൽ ഒരാളുടെ സൽസ്വഭാവത്തിൻ്റെ സാക്ഷ്യമാണ്. അമിതാഹാരം അതിന് വിരുദ്ധമാണ്. തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിച്ചയാളെക്കുറിച്ച് ഇയാളെ ഇനി ഒരിക്കലും എൻ്റെ അടുത്തേക്ക് വിടരുതെന്ന് പറയാൻ കാരണം അവിശ്വാസികളുടെ സ്വഭാവത്തോട് സാമ്യതയുള്ളത് കൊണ്ടായിരിക്കാം. അത്തരക്കാരോട് അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ സഹവസിക്കുന്നത് നല്ലതല്ല. മറ്റുള്ളവരുടെ അന്നം തടസ്സപ്പെടാനും അമിതാഹാരം ഇടയാക്കാറുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, വയറ് നിറച്ച് ഭക്ഷിക്കൽ ശരീരത്തെ ഭാരമുള്ളതാക്കുന്നു, ഹൃദയത്തെ പരുഷമാക്കുന്നു, ബുദ്ധിയെ നശിപ്പിക്കുന്നു, ഉറക്കത്തെ ക്ഷണിച്ചു വരുത്തുന്നു, ഇബാദത്തുകൾ നിർവഹിക്കാൻ അലസനതും അശക്തനുമായി മാറുന്നു. വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നതിന് പല വിപത്തുകളുണ്ട്. 1, ശരീരത്തിന് ഭാരമുള്ളതായി അനുഭവപ്പെടും. 2, ഹൃദയം കാഠിന്യമുള്ളതായി മാറും. 3, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകം നഷ്ടപ്പെടും. 4, അള്ളാഹുവിന് ഇബാദത്തെടുക്കുമ്പോൾ ക്ഷീണവും അലസതയും അനുഭവപ്പെടും. 5, എപ്പോഴും ഉറക്കം തൂങ്ങുന്ന, ഉറക്കത്തിലേക്ക് വഴുതുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നതിനെ സൂക്ഷിക്കുക. ഈ സ്വഭാവത്തെ പാടെ മാറ്റി നിർത്താൻ ശ്രമിക്കുക. ഇമാം ഗസാലി റഹിമഹുല്ല ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി, ഭക്ഷണം കുറയ്ക്കുന്നവൻ്റെ ഹൃദയം തെളിയുന്നു, ചിന്തകൾ വർദ്ധിക്കുന്നു, കാഴ്ചപ്പാടുകൾക്ക് തീഷ്ണതയുണ്ടാകുന്നു. അമിതാഹാരമാകട്ടെ അലസതയാണ് സൃഷ്ടിക്കുക, ഹൃദയത്തിൽ അന്ധകാരം നിറയ്ക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദാർശനികന്മാരും ചിന്തകന്മാരും പണ്ഡിതന്മാരും ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏത് തലത്തിൽ നോക്കിയാലും മനുഷ്യൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെടുന്ന വൈദ്യശാസ്ത്ര തത്വങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കാവുന്ന അമിതമായ ആഹാരത്തിൻ്റെ ദൂഷ്യങ്ങൾ വിശകലനം ചെയ്യുന്ന, എത്രത്തോളമാകാം എന്ന് പഠിപ്പിച്ചു തരുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ഒരു വചനമാണിത്. ജീവിതത്തിൽ പകർത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.